എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. നവകേരള സദസ്സിന് കുട്ടികളെ അണിനിരത്തി അഭിവാദ്യ പ്രകടനം. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ. പക്ഷെ അതിന് ഞാൻ അവർ ആംഗിൾ എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട് അനുകൂലിക്കാതെ. അവർ നല്ല ആംഗിളിലാണ് ചെയ്തതെങ്കിൽ നല്ലത് തന്നെയാണ്. മോശം ആംഗിൾ ആണോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അത് അനുകൂലിക്കില്ല. എന്താണ് നല്ല ആംഗിൾ? ഉത്തരം പറ. അത് എനിക്കറിയില്ല. നിങ്ങൾ എന്താ AK ബാല പറഞ്ഞതുപോലെ ഇത് മ്യൂസിയത്തിൽ പോലുള്ള ബസ്സാണ് മുന്നിൽ കൂടെ പോകുന്നത്. മനസ്സിലായോ? കാണണ്ടേ, കണ്ടോട്ടെ. കൊച്ചിയിൽ വരുമ്പോ പിള്ളേരെ കൊണ്ടേ കാണിക്കണമെന്ന് ഞാനും വിചാരിച്ചിരിക്കുകയായിരുന്നു. നല്ലതാണ് സുജിയ, കൊണ്ടേ കാണിക്കണം. ഇതാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി. അതല്ല, അവര് വളർന്നു വലുതാകുമ്പോ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇല്ലെങ്കിലോ അത് കാണിച്ചേക്കാന്ന് വെച്ചാൽ അവര് വളർന്നു വലുതാകുമ്പോഴേ. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. ഇത് മനഃപൂർവ്വമാണ്. ഈ ചില ആൾക്കാർക്കുണ്ടല്ലോ വ്യാമോഹം എന്ന് പറയുന്ന സാധനമുണ്ട്. വ്യാമോഹം ഇത് തന്നെ സാറേ ബംഗാളി പറഞ്ഞോണ്ടിരുന്നത്. ഈ വ്യാമോഹം ബംഗാളിൽ ഇതാ പറഞ്ഞോണ്ടിരുന്നത്. ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഒരു കാര്യം എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാണ്. ശ്രീ പിണറായി വിജയൻ, താങ്കൾ ഒരു മുത്തച്ഛനല്ലേ? താങ്കളുടെ കൊച്ചുമക്കളെയൊക്കെ ഇതുപോലെ, ആ പ്രായമുണ്ടല്ലോ ആ കുഞ്ഞുങ്ങൾക്ക്, അവരെയൊക്കെ ഇതുപോലെ കൊണ്ടുപോയി നിരത്തി നിർത്തുമോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കുട്ടികളുണ്ട്, UP സ്കൂളിലെ കുട്ടികളുണ്ട്, അവരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ആ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ അയ്യോ അച്ഛാ പോകലെ, ആ ടോണിലാണ് വിളിക്കുന്നത്. നേരത്തെ ആൻഡോ സാർ സൂചിപ്പിച്ചതുപോലെ ഭാവിയിൽ SFIക്കാർ ആകേണ്ട കുട്ടികളാണ് എന്നൊക്കെ ധരിച്ചു വെച്ചിട്ട് അവരെ ഇപ്പോഴേ ട്രെയിൻ ചെയ്യുന്നതാണെങ്കിൽ പിന്നെ അതിനകത്തൊന്നും പറയാനില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അപ്പോൾ ഇടപെട്ടോ. ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? SFI ആണെങ്കിലും KSU ആണെങ്കിലും MSF ആണെങ്കിലും അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് പോകുന്നതിന് ട്രെയിനിങ് എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഇല്ല സാറേ, കാരണം ഇപ്പോഴേ പിടിച്ചാലേ വരും, കാരണം ഉള്ളവരൊക്കെ പോവല്ലേ. അല്ല, അതല്ലല്ലോ വിഷയം. അല്ല, സാറിന്റെ ചോദ്യത്തിനല്ല ഞാൻ ഉത്തരം പറയാനിരിക്കുന്നത്. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. രാഷ്ട്രീയ മറുപടി ഞാൻ പറഞ്ഞു. അല്ലല്ല, ആക്ഷേപം ഉന്നയിക്കുന്നത് സാറിന് എന്തിനാ ഇത് കൊള്ളുന്നത്? സാറിന് എന്തിനാ ഇത് കൊള്ളുന്നത്? കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയോട് വളർന്നു വന്നിട്ടുള്ള ആളാണ് ഞാൻ. അതെ, ഇടഞ്ഞ ഞാൻ കൊലകൊമ്പനാ, കൊലകൊമ്പൻ. കൊലയില്ലാത്ത കൊമ്പൻ. എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ നാലാളുടെ മുമ്പിൽ ഒന്ന് വർത്തമാനം പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രമുള്ള ക്രെഡിറ്റ് ആണ്. ശരി, ഞാൻ സ്കൂളിൽ പോയി പഠിച്ചതുകൊണ്ടാണ്. AC ബസ്സിലിരുന്ന് പോകുന്ന മുഖ്യമന്ത്രിക്കും സഞ്ചരിക്കുന്ന മന്ത്രിസഭയ്ക്കും കാണാൻ വേണ്ടി കുട്ടികളെ അങ്ങനെ നിരത്തി നിർത്തുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. 100% ഞാൻ യോജിക്കുന്നു. വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവരുടെ മക്കളെയോ കൊച്ചുമക്കളെയോ ഒക്കെ ഇങ്ങനെ നിരത്തി നിർത്തി മുദ്രാവാക്യം വിളിപ്പിക്കുമോ എന്നുള്ളതാണ് അവരാദ്യം മറുപടി പറയേണ്ടത്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അത് ഗുരുതരമായ കുറ്റം തന്നെയാണ്, തെറ്റ് തന്നെയാണ് അവിടെ നടന്നത്. തെറ്റിനെ തെറ്റാണെന്ന് തന്നെ പറയണം. അല്ലാതെ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചു എന്നുള്ളതൊന്നും തെറ്റല്ല എന്ന് പറയുന്നതിനുള്ള ലൈസൻസ് അല്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കഴിഞ്ഞു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ.